ആതുര ശുശ്രൂഷ സേവന രംഗത്ത് 36 വർഷമായി പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ അത്യാധുനിക രീതിയിൽ പക്ഷാഘാത ചികിത്സയ്ക്കായി സജ്ജീകരിച്ച കാത്ത് ലാബ്, സ്ട്രോക്ക് ICU എന്നിവ പ്രവർത്തനം ആരംഭിച്ചു. ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം നിർവഹിച്ചു. നാലു വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന പക്ഷാഘാത ചികിത്സാ വിഭാഗത്തിൽ ഇതിനോടകം നിരവധി രോഗികൾക്ക് പുതുജീവൻ നൽകാൻ സാധിച്ചിട്ടുണ്ട്. സൗത്ത് മലബാറിലെയും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിന്നുമായി 1000-ലധികം രോഗികളാണ് ഈ വിഭാഗത്തിലെ മികച്ച ചികിത്സ മൂലം സ്വജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഈ മേഖലയിലെ ചികിത്സ ഗുണമേന്മ, ഉയർന്ന വിജയനിരക്ക്, രോഗി സംതൃപ്തി എന്നിവ കണക്കിലെടുത്ത് ലോക പക്ഷാഘാത സംഘടന QAI, VOH തുടങ്ങിയ ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ലഭിച്ച മലബാറിലെ ഏക ആശുപത്രി കൂടിയാണ് കിംസ് അൽഷിഫ. സ്ട്രോക്ക് സംഭവിച്ച രോഗിയെ 3 മുതൽ 4 മണിക്കൂറിനിടയിൽ എത്തിച്ചാൽ ശരീരം തളരാതെ തന്നെ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇവിടുത്തെ ചികിത്സയിലൂടെ സാധിക്കും. കുറഞ്ഞ റേഡിയേഷനുള്ള മസ്തിഷ്കത്തിന്റെയും ഹൃദയ രക്തക്കുഴലിനെയും വ്യക്തമായി കാണാൻ സാധിക്കുന്ന 360 ഡിഗ്രി കാഴ്ചയുള്ള ഏറ്റവും മികച്ച കാത്ത് ലാബ്, കൂടാതെ പക്ഷാഘാതം സംഭവിച്ചവർക്കുള്ള സമ്പൂർണ്ണ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ വിഭാഗം എന്നിവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലുള്ള അറ്റാക്കാണ് സാധാരണ ഒരു മനുഷ്യന് വരുന്നത്. ഒന്ന് ഹാർട്ട് അറ്റാക്ക്, ഒന്ന് ബ്രെയിൻ അറ്റാക്ക്, അതായത് ബ്രെയിൻ സ്ട്രോക്ക്. ഇത് രണ്ടും വളരെ അപകടകരമാണ്, മരണത്തിലേക്ക് വരെ പോകാവുന്നത്. പക്ഷേ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ, ബ്രെയിൻ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ 6 മണിക്കൂറിനുള്ളിൽ ആസ്പത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ജീവിതം നൽകി ചികിത്സിച്ച് ആ സ്ട്രോക്കുകൾ മാറ്റാൻ കഴിയും. അതിനുള്ള അത്യാധുനിക കാത്ത് ലാബിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട MP ET മുഹമ്മദ് ബഷീർ സാഹിബ് ഇവിടെ നിർവഹിച്ചത്. മലബാറിലെ ആദ്യ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള സമ്പൂർണ്ണ കാത്ത് ലാബ് സൗകര്യം കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ P. ഉണ്ണീന്റെ അധ്യക്ഷതയിൽ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. അസുഖം വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ അറ്റൻഷൻ ഉണ്ടാവുകയും ഈ സാങ്കേതിക വിദ്യയെല്ലാം തന്നെ ടൈംലി ഇൻ്റർവെൻഷനിലൂടെ ചികിത്സിച്ച് മാറ്റാനുള്ള സൗകര്യമുണ്ടാവുകയും ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. ആദ്യമായി ഇത്രയും നല്ല ഒരു മാറ്റത്തിന് വിധേയമാക്കാൻ കഴിഞ്ഞ ഇതിൻ്റെ നേതൃത്വത്തെ ആത്മാർത്ഥമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. മറ്റൊരു കാര്യമായി മുന്നീട് സാഹിബ് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എക്സ്പാൻഷൻ്റെ സംഗതിയിൽ നിങ്ങൾ വളരെ വേഗത്തിൽ ഇനിയും പോവുകയാണെന്നാണ്. ഇത് മാത്രമല്ല, ക്യാൻസർ ചികിത്സാ രംഗത്ത് ജില്ലയിലെ ഏറ്റവും നല്ല സംവിധാനം ഇവിടെ വരാൻ പോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അക്കാര്യത്തിൽ അവരെ അഭിനന്ദിക്കാൻ തോന്നി. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളും ഈ രോഗികളെ പരിചരിക്കുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. കേരളത്തിലെ ക്യാൻസർ സെൻ്ററുകളുടെ അടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരൻ കൂടിയാണ് ഞാൻ. അപ്പോൾ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അത് ഫലപ്രദമായി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ത്യാഗമനോഭാവം എടുക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ ടീം സ്പിരിറ്റാണ്. 36 കൊല്ലം ആ യോജിപ്പോടുകൂടി ദക്ഷിണാപരമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് വരുന്ന നിങ്ങളെ നന്മ നേരുകയാണ്. ഡയറക്ടർമാരായ അബ്ദുൾ റസാഖ് KT, മുഹമ്മദ് ഫൈസൽ, പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, ഓർത്തോ വിഭാഗ മേധാവി ഡോക്ടർ EG മോഹൻകുമാർ, സ്പോർട്സ് സർജൻ ഡോക്ടർ അബ്ദുള്ള ഖലീൽ, മോഹൻകുമാർ, സാമൂഹിക പ്രവർത്തകൻ കുറ്റിരി മാനുപ്പ, ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ്, ന്യൂറോളജി വിഭാഗ മേധാവി ഡോക്ടർ സംഗീത് ചെറിയാൻ, ഡോക്ടർ ഷഫീഖ് ഉസ്മാൻ, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ദിവാകരൻ, ഗൈനക്കോളജി വിഭാഗ മേധാവി ഡോക്ടർ നയൻതാര, പീഡിയാട്രിക്സ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത്, ഡോക്ടർ വത്സാബി ജോർജ്, ഡോക്ടർ ബുഷറ, ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നമുക്കൊരു രക്തക്കുഴൽ അടഞ്ഞു പോയാൽ അത് പെട്ടെന്ന് അലിയിച്ച് കളയാൻ പറ്റും. അതിനാണ് ത്രോംബോലൈസിസ് എന്ന് പറയുന്നത്. എന്നാൽ വലിയ രക്തക്കുഴലിലെ ബ്ലോക്ക് ആണ്, ഇത് അലിയിച്ചുകൊണ്ട് ചിലപ്പോൾ തുറന്നു കിട്ടുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് ഇന്റർവെൻഷന്റെ ഒരു ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ആ രക്തക്കുഴലിലൂടെ പോയി ആൻജിയോഗ്രാം എടുത്ത് അവിടെ ഒരു സ്റ്റെന്റ് ഇടുകയും ബ്ലോക്ക് വലിച്ചെടുക്കുകയും അതിനാണ് മെക്കാനിക്കൽ ത്രോംബോസിസ്. ആ ചികിത്സ
അതേപോലെ കെരോട്ടിൻ രക്തത്തിൽ നമുക്കൊരു ചെറിയ സ്ട്രോക്ക് ആണെങ്കിലും 90% അടവാണെങ്കിൽ ഭാവിയിലോട്ടുള്ള സ്ട്രോക്ക് നമുക്കൊരു പരിധി വരെ തടയാൻ സാധിക്കും. ഇനിയിപ്പോൾ ബ്ലീഡിംഗ് ഉള്ള സ്ട്രോക്ക് ആണ്, ന്യൂറിസം പൊട്ടിയിട്ടുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ നമുക്കത് കോയിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും ചെയ്യാൻ പറ്റുന്ന ഒരു കാത്ത് ലാബാണ്. നമ്മളൊരു അഡ്വാൻസ്ഡ് സ്ട്രോക്ക് സെന്റർ ആണ്, കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് കെയർ ആണ് നമ്മളിവിടെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അത് ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം ഒരു സ്ട്രോക്ക് രോഗി പോലും ചികിത്സ നിഷേധിച്ച് പെർമനന്റ് ഡിസ്ട്രിക്റ്റിലോട്ട് പോകും. ചടങ്ങിന് സിഇഒ പ്രിയൻ KC നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ.